നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞമ്മ എന്ത് നോക്കണത്? അല്ലടാ, ഈ ഫോട്ടോസ് ഒക്കെ നോക്കിയടാ. ഇത് രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫോട്ടോസ്. ആ രസം കുഞ്ഞമ്മക്ക് ഇഷ്ടായില്ലേ? എന്നാ എനിക്കും ഇഷ്ടായില്ല. ഞാൻ കുഞ്ഞമ്മയുടെ കൂടെ. എന്ത് ബോറല്ലേ. അല്ല പിന്നെ കുറെ ഫോട്ടോസ് ഉണ്ടെന്നും പറഞ്ഞ് ഒക്കെ കൊണ്ട് മതിലുകൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക. അല്ല, ഒരു മര്യാദ വേണ്ടേ? ആ ഞാനും അത് ആലോചിക്കണമെന്നേ. എന്താണ്ട് സ്റ്റുഡിയോ പോലെ ഇത്ര ഉണ്ടാവൂല. അതെ, ഇവന്റെയൊക്കെ നിപ്പ് കണ്ടാലേ ഒരുത്തന്റെ നിപ്പല്ലേ മമ്മൂട്ടിയാന്ന് അവന്റെ വിചാരം. അത് കണ്ടില്ലേ പൃഥ്വിരാജ്? ഇതൊന്നും അല്ല, ചിരിച്ച് ചാവാൻ പോണ വേറൊരു ഫോട്ടോ ഉണ്ട്. അങ്ങ് അറ്റത്തൊരാൾ തോർത്തുണ്ട് അമരത്തിൽ അശോകൻ നിൽക്കണ പോലെ. പിള്ളേര് വഴി തെറ്റാതിരിക്കണ എന്താ? തന്തേനെ നോക്കിയേ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കേം കൂടി ഉള്ളു. ആ പുള്ളി കേൾക്കണ്ട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, എന്തൊരു തോൽവിയല്ലേ സത്യം. അതെ, നീ ഒരു കാര്യം ചെയ്യേ, ഇതെല്ലാം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യേ. കാരണം എന്താ വെച്ചാൽ ആ ആശ്രമത്തിന്റെ സന്യാസിമാര് വരുമ്പോ ഇവിടെ ഒന്നും പാടില്ല, ശൂന്യമായിട്ട് കൊടുക്കണം. എല്ലാ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സീതേച്ചിയുടെ ഫോട്ടോസ് എടുക്കണ്ട. അത് നമുക്ക് ആശ്രമം അവർക്ക് കൈമാറി കൊടുക്കുന്ന ആ അവസാന നിമിഷം അത് മാറ്റിയാൽ മതി. അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ബലരാമൻ അമ്മാവനെ ആ സമയത്ത് എടുത്താൽ മതി അല്ലേ? അങ്ങോരെയാണ് ആദ്യം മാറ്റേണ്ടത്. റബ്ബർ സ്റ്റാമ്പുകൾ എടുത്ത് ഞാൻ എറി. അതെ, എന്തുവാ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ? അല്ല ബലരാമേട്ട, നമ്മളെന്തായാലും ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ ഡംപ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവനെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കും. അമ്മാവന് കാര്യം മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോയും ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്നാ കുഞ്ഞമ്മ പറഞ്ഞത്. അതെ, നീ ഈ ഫോട്ടോ ഒക്കെ ഇണക്കി മാറ്റാനുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് അടക്കി പെറുക്കി ഭദ്രമായിട്ട് വെക്കണം കേട്ടോ. എനിക്ക് കൊച്ചാലമൂട് കൊണ്ടുപോകാനുള്ളതാ. ഈ ഫോട്ടോയാ? ഇതൊക്കെ എന്തിനാണ് കൊച്ചാലമൂട്ടിലേക്ക് കൊണ്ടുപോകണത്? ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചു കളാന്നേ. എന്നാ പിന്നെ ആദ്യം കത്തിക്കേണ്ടത് നിന്നെയാണ്. ഞാൻ ആ അപ്പച്ചീനെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ. ഞാൻ കുഞ്ഞമ്മേ, അല്ല പങ്കു, എല്ലാ സാധനങ്ങളും കെട്ടിപ്പറിക്കി കൊണ്ടുപോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കുറച്ച് സാധനം നമുക്ക് ലേലത്തിന് വല്ലതും വെച്ചാലോ? ഏത് ഈ ഫോട്ടോയാ? മുറ്റത്തിട്ട കാക്ക പോലും കൊത്തൂല. ഇതാണ് ലേലത്തിന് വെക്കാൻ പോണത്. ഹലോ ഹലോ ഹലോ, ഇതൊക്കെ ലേലത്തിന് കൊടുക്കണോ ദാനം കൊടുക്കണോ എന്നുള്ളത് ഞങ്ങൾ കുടുംബക്കാര് തീരുമാനിച്ചോളാം. അതിൽ നീ ഇടപെടാൻ നിൽക്കണം. പിന്നെ ഇത് എന്റെ ഭാര്യയല്ലേ? നിങ്ങളുടെ ഭാര്യ, അല്ലാണ്ട് കുടുംബമല്ലല്ലോ. അല്ല പിന്നെ അല്ലേ? പിന്നെ ഉത്തമോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മാമ? എടാ, ഗോമണിയുടെ താഴെ ഇരിക്കുന്ന മുത്തച്ഛയുടെ വലിയ പടമുണ്ടല്ലോ, അത് മാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റരുത്. അതവിടെ ഇരുന്നോട്ടടാ. അയ്യോ, അത് ഞാൻ തരില്ല. മുത്തച്ഛയുടെ ഫോട്ടോ എനിക്ക് വേണം. അത് ഞാൻ എടുക്കും. ഞാൻ നിനക്ക് മുത്തച്ഛയോട് അത്ര ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടം കൂടിയിട്ട് ഞാൻ മുത്തച്ഛയുടെ ഫോട്ടോ എക്സിബിഷൻകാർക്ക് വിറ്റ്. അവരെ 1500 പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തൃപ്പൂണിത്തുറ കോവിലകത്തെ തമ്പുരാട്ടിയാന്ന് പറഞ്ഞപ്പോഴേ 2500 രൂപ വന്ന്. 500 എന്തായാലും അമ്മാവനുള്ളതാണ്. മുത്തച്ഛയുടെ പടം വിറ്റവനെ എനിക്ക് കമ്മീഷൻ തരാമെന്ന് ഇറങ്ങി പൊക്കോണോ എന്റെ മുമ്പിൽ നിന്ന്. കുറഞ്ഞു പോയിട്ടാണ് ദേഷ്യം. അതെ, ഇവിടെ കൂടുതൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ അകത്തെ റൂമുകളിൽ പോയൊന്ന് നോക്കട്ടെ, ഏതൊക്കെ പൊളിക്കണം ഏതൊക്കെ നിലനിർത്തണം എന്ന് നോക്കണല്ലോ. കുഞ്ഞമ്മൊരു കാര്യം ചെയ്യും, ഈ പൊളിക്കേണ്ട സ്ഥലത്ത് ഇൻഡു വിട്ട് വെച്ചാൽ മതി. ഞാൻ പിക്കാസായിട്ട് പുറകെ വരാം. ഓക്കെ, ചെല്ലും. ഒന്നുകൂടെ പറഞ്ഞു. പൊളിച്ചടക്കം ഞാനിന്ന്. എടാ ഉത്തമ, നീ ഒന്നേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വൃത്തിക്ക് ചെയ്യ. ആവശ്യമുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കല്ലേ. അതെ, നിങ്ങൾ ഇവിടെ നിന്ന് കണകുണന്ന് പറയല്ലേ. കാരണം ഞാൻ ഒറ്റക്കുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു കൈ സഹായത്തിന് പോലും ആളില്ല. ഈ ഫോട്ടോ മുഴുവൻ എടുത്ത് മാറ്റണം, കിണർ മൂടണം. ആദ്യം പിന്നെ ഊഞ്ഞാലേ അഴിച്ചെടുക്കട്ടെ. നിങ്ങൾ പോയേ. അളിയാ, എല്ലാ കാര്യത്തിലും ഒരു കണ്ണ് വേണം കേട്ടോ. പുണ്ണി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവിടാ? എന്ത് വഴിയാ മോളെ? ഒരു വഴിയില്ല. ഓ, വഴിയാധാരായി. ഇതിപ്പോ നിന്റെ വീടല്ലാന്ന് തോന്നുന്നു എനിക്ക്. കുഞ്ഞമ്മ ഇപ്പോ വരണം. അമ്മ പറയും, കുഞ്ഞമ്മ അങ്ങോട്ട് നടപ്പിലാക്കും. തറവാട് എന്തായാലും പോവും. എനിക്കതല്ല സങ്കടം. എന്റെ നന്ദിനെയും രമണിനെയും ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയണേ. അതെന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? ഈ അമ്മക്ക് ഇതെന്ത് പറ്റിയെന്ന് മനസ്സിലാവാത്ത. അക്കാര്യത്തിൽ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ. നന്ദിനിന്റെ രമണീന്റെ കൂടെ നിന്നെ കൂടി അങ്ങ് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ?
ബോധം വേണ്ടേ? ആഹാ, അല്ല ജമാൽ ഇവിടെ നിൽക്കാന്നോ? ആ ബലരാമേട്ടാ, അല്ല സുലുവിനെ വിളിച്ചോണ്ട് പോകാൻ മജീദ് വരാമെന്ന് പറഞ്ഞിട്ട് ജമാലിനെ എന്തിനാ പറഞ്ഞു വിട്ടെ? മജീദ് അളിയനായിരുന്നു വരാനിരുന്നത്. പിന്നെ മൂപ്പര് പറഞ്ഞു നിങ്ങളെ സങ്കടം കാണാൻ പറ്റുന്നില്ല എന്ന്. ഭാര്യയും പോയി വീടും പോയി നിൽക്കുന്ന നിങ്ങളെ മുഖത്ത് എങ്ങനെയാ നോക്കാന്ന് ചോദിച്ചിട്ടോട് തിരിങ്ങി പോയി കൂട്ടിക്കൊണ്ടുപോകാന്ന്. ജമാലേ, ആ, നീ ഒരു വാടക വീട് നോക്കിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വാടക വീടോ? ആ. ഈ നാട്ടിലോ? എന്റെ അപ്പുണ്ണിക്ക് അറിയില്ല ഇത്രയും വലിയ വീടൊന്നും ഈ നാട്ടിലില്ലാന്ന്. അല്ല, ഇവിടെ തന്നെ വേണമെന്നില്ല, കുറച്ച് ദൂരം പോയാലും ഒരു വീട് വേണം. അങ്ങനെയാണെങ്കിലേ ആ. പാലക്കാടായാലോ? ആ, പാലക്കാട്. ആടെ ഒരു സ്ഥലമുണ്ട്. ഞാൻ പണ്ട് മലമ്പുഴയിൽ ടൂർ പോയപ്പോ പോയതാ. നമ്മുടെ ദേവാസൂർ 6-ാം തമ്പുരാൻ നരസിംഹക്കല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത മന, വരിക്കാശ്ശേരി മന. അത് വാടക കൊടുക്കുവോ? പിന്നെ ഞാൻ ചെന്നാരെ ആരോ താമസിക്കുന്നുണ്ട് അവിടെ. ആണോ? ആ. അല്ല, അവിടെ തൊഴുത്തൊക്കെ ഉണ്ടോ? എന്റെ അപ്പുണ്ണിയെ വിശാലമായ സ്ഥലല്ലേ, എത്ര തൊഴുത്ത് വേണേം പണിയാ. കുളിക്കാൻ കുളം വരെയുണ്ട്. ആണോ? ആ. എത്ര വാടക വരും? വാടക എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം റുപ്യ വരും. മാസത്തിലോ? ദിവസത്തിലോ? പിന്നെ സിനിമാക്കാർ കൊടുക്കുന്ന വീടല്ലേ. നീ എന്ത് വിഡിത്താണ് ഈ പറയണത്? ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം. ഞങ്ങൾ എങ്ങനെ ഒരു ദിവസം 1.5 ലക്ഷം റുപ്യ വാടക കൊടുക്കണേ? അല്ല, നിങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത എത്ര ആൾക്കാർക്ക് താമസിക്കാൻ 1500 റുപ്യക്ക് വീട് കിട്ടുന്ന വിചാരിച്ചിരിക്കുന്നത്? അരേ, നീ നോക്കണ്ട. അല്ല പിന്നെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും ആശ്രമക്കാരൻ നമ്മുടെ ഈ വീട് കൊണ്ടുപോവുക. അച്ഛൻ അവരായിട്ടൊന്ന് സംസാരിച്ചു നോക്കും. ഈ വീട് നമുക്ക് തന്നെ വാടക വരുവാണ്. വാടക നമുക്ക് എങ്ങനെയും കൊടുക്കാം. അന്തേട്ടനോടോ അമ്പിളിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഞാനത് സഹായിക്കാം. നടക്കുന്ന കാര്യം വല്ലതും പറയടാ പുണ്ണി. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കാൻ പറ്റുമോ? ഷായ്ന, ദേ അവരിവിടെ ഉണ്ട്. ഞാനിത് എത്ര നേരമായി കാത്തു നിൽക്കുന്നതെന്ന് അറിയോ? ഇതെന്താ കല്യാണത്തിന് പോവാണോ അങ്ങനെ ഒരുങ്ങാൻ? സ്വന്തം വീട്ടിലേക്കല്ലേ? അതല്ല ജമാലേ, ഈ കൊട്ടിലപ്പാട് തറവാട്ടിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങുകയല്ലേ. ഇനി ഒരിക്കൽ എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? അപ്പൊ എനിക്ക് എല്ലാവരോടും ഒന്ന് യാത്ര പറയണ്ടേ. സുൽത്താത്തേക്ക് ഇനി പണ്ടത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിലപ്പാട്ടിക്ക് വരാൻ പറ്റില്ല അല്ലേ? അതാ പുണ്ണി എന്റെ സങ്കടം. ഞാൻ എന്തെങ്കിലും ഒരു നിസാര പ്രശ്നം ഉണ്ടാക്കി ഓടി വരുന്ന ഇങ്ങോട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വീടെന്ന് വെച്ചാൽ എന്റെ സ്വന്തം വീട് പോലായിരുന്നു. എനിക്കും അങ്ങനെയല്ലേ. ആ ബലരാമേട്ടാ, ഇനിയിപ്പോ ഒരു വീടില്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആശ്രമക്കാരെ ജപ്തി ചെയ്തോണ്ട് പോവാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോര്. ഞാൻ മജീദിക്കോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു 3-4 മുറി അങ്ങ് പണിഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവിടെ അങ്ങ് അടിച്ചു പൊളിച്ച് ബിരിയാണിയൊക്കെ വെച്ച് അങ്ങ് ആഘോഷിക്കാന്നേ. ഈ സമയത്താണ് അടിച്ചു പൊളിക്കണ കാര്യം പറയണേ? ആ, അതിനിപ്പോ എന്താ അടിച്ചു പൊളിച്ചാലേ? ജീവിതത്തിലെ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ദുഃഖം വരുമ്പോഴും നമ്മൾ ആഘോഷിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും വരില്ല. സുൽത്ത ഈ പറഞ്ഞൊക്കെ കടലാസിൽ എഴുതി വെക്കാൻ കൊള്ളാം. അത് അനുഭവത്തിൽ വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ബലരാമേട്ടാ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്നാ പിന്നെ മോളും അങ്ങ് വാ, ഞങ്ങളൂടെ വാ. ഞാനെങ്ങോട്ട് വരാൻ? നമ്മുടെ വീട്ടിലേക്ക്. ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എല്ലാം റെഡിയാക്കി വെക്കണ്ടേ? ഞാനൊന്നും വരുന്നില്ല. പിന്നെ ആശ്രമക്കാരൻ നിന്നെ കൂടെ ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.